Hello friends, welcome back to my channel Study Botany. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള +1 ബയോളജി ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ 2010 മുതൽ 2022 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മിനറൽ ന്യൂട്രീഷൻ ആണ്. യൂഷ്വലി ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, അതായത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് വരാറ്. ഇതുകൂടാതെ ബോട്ടണിയിലെ ഒരുപാട് ചാപ്റ്റേഴ്സും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ നമ്മൾ സ്റ്റഡി ബോട്ടണി ചാനലിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എൻ്റെ മുകളിൽ കൊടുക്കാം. ഇതുകൂടാതെ തന്നെ മിനറൽ ന്യൂട്രീഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സ്റ്റഡി ബോട്ടണി ചാനലിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്കും ഞാനിവിടെ മുകളിൽ കൊടുക്കാം. അതുകൂടാതെ ഡിസ്ക്രിപ്ഷനും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്കിനി നെക്സ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഈ ഫോക്കസ് ഏരിയ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. 2010 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ദ നൈട്രോജിനസ് എൻസൈം ആൻഡ് ലെഗ് ഹീമോഗ്ലോബിൻ ആർ two important compounds related to nitrogen fixation in plants. Mention the function of each. ഈ ലെഗ് ഹീമോഗ്ലോബിൻ്റെയും അതുപോലെ തന്നെ നൈട്രോജിനസ് എൻസൈമിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നൈട്രോജിനസ് എൻസൈം എന്ന് പറയുന്നത് മോളിബിഡിനം അയൺ പ്രോട്ടീനാണ്. ഇത് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ്. നെക്സ്റ്റ് ഈസ് ലെഗ് ഹീമോഗ്ലോബിൻ. ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആക്ട് ആസ് ഓക്സിജൻ സ്കാവഞ്ചർ. ഈ ഓക്സിജൻ സ്കാവഞ്ചർ എന്ന ടേം നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പം നമുക്ക് ഈ ഒരു ടേം അങ്ങനെ തന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എഴുതി വെക്കാം. നെക്സ്റ്റ് ഈസ് ഇറ്റ് പ്രൊട്ടക്ട് നൈട്രോജിനസ് എൻസൈം ഫ്രം ഓക്സിജൻ. ഓക്സിജനിൽ നിന്ന് നൈട്രോജിനസ് എൻസൈമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ലെഗ് ഹീമോഗ്ലോബിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2010 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഈ ഡയഗ്രാം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് പെക്യുലർ ടൈപ്പ് ഓഫ് പ്ലാന്റ് കൾട്ടിവേഷൻ ഈസ് ഡാഷ്. ഇത് ഏത് ടൈപ്പ് ഓഫ് പ്ലാന്റ് കൾട്ടിവേഷൻ ആണ്? ദിസ് ഈസ് ഹൈഡ്രോപോണിക്സ്. സോയിൽ ഇല്ലാതെ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയറേഷൻ ഈസ് നെസസറി ഫോർ ദ കണ്ടക്ഷൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ. വൈ? അപ്പം ഈ ഡയഗ്രത്തിൽ തന്നെ എയറേറ്റിംഗ് ട്യൂബൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് കൾട്ടിവേഷന് എയറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് കാരണം എന്താ? പ്ലാന്റ്സിന് വളരണമെങ്കിൽ ഓക്സിജൻ വേണം. അപ്പം സോയിലിൽ ട്രാപ്പ് ചെയ്തിട്ടുള്ള ഓക്സിജനെ പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ വാട്ടറിലാണ് അല്ലെങ്കിൽ ന്യൂട്രിയൻ സൊല്യൂഷനിലാണ് വളർത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് എയറേറ്റിംഗ് ട്യൂബിലൂടെ ഓക്സിജൻ സപ്ലൈ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സിന് അത് അബ്സോർബ് ചെയ്യാനും പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനും അതുകൂടാതെ തന്നെ പ്ലാന്റ് ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനൊക്കെ ഈ എയറേറ്റിംഗ് ട്യൂബ് അല്ലെങ്കിൽ എയറേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ഓക്സിജൻ സപ്ലൈ ഈസ് നീഡഡ് ഫോർ ദ ഒപ്റ്റിമം ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ഓർ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2011 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. മാക്രോന്യൂട്രിയൻസ് ആൻഡ് മൈക്രോന്യൂട്രിയൻസ് ആർ ഫൗണ്ട് ടു ബി ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് മെറ്റബോളിസം. നെയിം 2 മാക്രോന്യൂട്രിയൻസ്. 2 മാക്രോന്യൂട്രിയൻസിൻ്റെ പേര് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ മാക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും സിമ്പിളായിട്ട് ഓർത്ത് വെക്കാനുള്ള മെമ്മറി ട്രിക്സ് ഒക്കെ ഫസ്റ്റ് മിനറൽ ന്യൂട്രീഷൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ മാക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും പഠിക്കാം. അപ്പം മാക്രോന്യൂട്രിയൻസിന് നമ്മളെങ്ങനെ ഓർത്ത് വെച്ചിരുന്നത്? ചോപ്സ്കിൻ CAMG. അപ്പം ഈ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാസ്യം, നൈട്രജൻ, കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. ഇതിലേതെങ്കിലും 2 മാക്രോന്യൂട്രിയൻസ് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാം. ഇങ്ങനെ സിമ്പൽ മാത്രം എഴുതുന്നതിന് പകരം മാക്രോന്യൂട്രിയൻസിൻ്റെ പേര് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. Next is reduction of nitrogen to ammonia by living organisms is called biological nitrogen fixation. Can you write about one free living nitrogen fixing aerobic microbe? നമ്മളോട് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്താണെന്ന് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താ? ഫ്രീ ലിവിങ് ആയിട്ടുള്ള എയറോബിക് നൈട്രജൻ ഫിക്സറിന് ഒരു എക്സാമ്പിളാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചാർട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഡിഫറെൻറ്റ് എക്സാംസിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം ഫ്രീ ലിവിങ് ആയിട്ടുള്ള എയറോബിക് നൈട്രജൻ ഫിക്സറിന് എക്സാമ്പിളായിട്ട് നമ്മൾ ഒരുപാട് എണ്ണം പഠിച്ചിട്ടുണ്ട്. അസറ്റോബാക്ടർ, ബേജർനിക്ക, സൈനോബാക്ടീരിയ, ദാറ്റ് ഈസ് അനബീന ആൻഡ് നോസ്റ്റോക്ക്. ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാം. നെക്സ്റ്റ് ഈസ് 2011 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇൻ ദ ഗിവൻ ഫ്ലോ ചാർട്ട് ഓഫ് നൈട്രജൻ സൈക്കിൾ റൈറ്റ് ദ നെയിം ഓഫ് ഓർഗാനിസംസ് ഇൻവോൾവ് ഇൻ ദ നമ്പേർഡ് പ്ലേസസ്. ഇതിൽ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സിൻ്റെ പ്ലേസിൽ വരുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നൈട്രജൻ സൈക്കിളിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നൈട്രജൻ ഫിക്സേഷനിലൂടെ നൈട്രജനെ സോയിലിൽ എത്തിക്കുന്നു. ഇവിടെ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ആണ് കൊടുത്തത്. സിംബയോട്ടിക്
നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന 2 മൈക്രോബ്സിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? റൈസോബിയം ആൻഡ് ഫ്രാങ്കിയ. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണത്തിന് എക്സാമ്പിളായിട്ട് എഴുതാം. നെക്സ്റ്റ് ഈസ് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ള NH3ക്ക് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് NO2 ആയിട്ട് മാറുന്നു, പിന്നീട് NO3 ആയിട്ട് മാറുന്നു. അപ്പം ഈ പ്രോസസ്സിന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? നൈട്രിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഈ നൈട്രിഫിക്കേഷന് ടോട്ടൽ 3 മൈക്രോബ്സ് ആണ് ഹെൽപ്പ് ചെയ്തത്. NH3യെ NO2 ആയിട്ട് മാറ്റുന്നതിന് വേണ്ടി നൈട്രോസോമോണാസ് ആൻഡ് നൈട്രോകോക്കസ്, അതുപോലെ NO2നെ NO3 ആയിട്ട് മാറ്റുന്നതിന് വേണ്ടി നൈട്രോബാക്ടർ. അപ്പം നൈട്രിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബ്സും നൈട്രോ എന്ന പേരിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിലെ ഏതെങ്കിലും 2 മൈക്രോബ്സിനെ നിങ്ങൾ എഴുതുക. അടുത്തത് ഈ നൈട്രേറ്റിനെ തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് റീ എൻട്രി ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീനൈട്രിഫിക്കേഷൻ. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബ് ഏതായിരുന്നു? ഇതിനും 2 മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്യൂഡോമോണാസ് ആൻഡ് തയോബാസിലസ്. അപ്പം അതിലേതെങ്കിലും ഒരു മൈക്രോബിന്റെ പേര് എഴുതുക. ഈ സ്യൂഡോമോണാസ് ആൻഡ് തയോബാസിലസ് നിങ്ങൾക്ക് വേണമെങ്കിൽ PT എന്ന ടേം വെച്ചിട്ട് ഓർത്ത് വെക്കാം. അടുത്തത് 2011 ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. കരോട്ടിനോയിഡ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പിങ്ക് കളർ ഓഫ് റൂട്ട് നൊഡ്യൂൾസ് ഇൻ പീ പ്ലാന്റ്. കറക്റ്റ് ദിസ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ കരോട്ടിനോയിഡ് ആണോ റൂട്ട് നോഡ്യൂളിന് പിങ്ക് കളർ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? നോ, അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ലെഗ് ഹീമോഗ്ലോബിൻ ആണ്. സോ ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ കറക്റ്റ് ആക്കിയിട്ട് ഒന്നുകൂടെ എഴുതാം. ദാറ്റ് ഈസ് ലെഗ് ഹീമോഗ്ലോബിൻ ആർ റെസ്പോൺസിബിൾ ഫോർ ദ പിങ്ക് കളർ ഓഫ് റൂട്ട് നോഡ്യൂൾസ് ഇൻ ദ പീ പ്ലാന്റ്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ റൂട്ട് നോഡ്യൂൾ ഈസ് കോൾഡ് ഓക്സിജൻ സ്കാവഞ്ചർ. ജസ്റ്റിഫൈ. ഈ കാണുന്ന പിഗ്മെന്റിനെ ഓക്സിജൻ സ്കാവഞ്ചർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ്? ഈ പിഗ്മെന്റ് എന്ന് പറയുന്നത് ലെഗ് ഹീമോഗ്ലോബിൻ ആണ്. ലെഗ് ഹീമോഗ്ലോബിൻ വിച്ച് പ്രൊട്ടക്ട് നൈട്രോജിനസ് എൻസൈം ആൻഡ് ഇറ്റ് ആക്ട് ആസ് ഓക്സിജൻ സ്കാവഞ്ചർ. പിന്നീട് 2012 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ദ ബയോകെമിക്കൽ എസ്സേ ഓഫ് സം പ്ലാന്റ്സ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഗോൾഡ്, വെനേഡിയം, സിലിക്കൺ എക്സെട്ര ബട്ട് ദീസ് elements are not considered as essential elements. Comment. ഈ കൊടുത്തിരിക്കുന്ന ഗോൾഡ്, വെനേഡിയം, സിലിക്കൺ ഇതിൻ്റെയൊക്കെ പ്രസൻസ് ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ കാണാൻ പറ്റും. പക്ഷേ ഇവരെ ഒന്ന് എസെൻഷ്യൽ എലമെൻറ്റ്സ് ആയിട്ട് കൂട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ആണ്. നമ്മൾ ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി 3 ക്രൈറ്റീരിയകൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ആബ്സലൂട്ട്ലി നെസസറി ആയിരിക്കണം, നോട്ട് റീപ്ലേസബിൾ ബൈ അനദർ എലമെൻറ്റ് ആൻഡ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ മെറ്റബോളിക് പ്രോസസ് ഓഫ് എ പ്ലാന്റ്. ഇത്രയും കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നവരെ മാത്രമാണ് നമ്മൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആയിട്ട് കൂട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ വനേഡിയം, ഗോൾഡ്, സിലിക്കൺ ഇവരൊന്നും തന്നെ ഈ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യാത്തവരായതുകൊണ്ടാണ് ഇവരെ എസെൻഷ്യൽ എലമെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്. നെക്സ്റ്റ് 2013 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നൈട്രജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ എക്സിസ്റ്റ് ആസ് N2 ബട്ട് ഇറ്റ് കനോട്ട് ബി അബ്സോർബ്ഡ് ബൈ പ്ലാന്റ്സ് ആസ് സച്ച്. So it converted into ammonia, that is NH3, by microorganism and get fixed in the soil. ആദ്യം ചോദിച്ചിരിക്കുന്നത് name the enzyme in the microorganism which help to convert nitrogen into ammonia. നൈട്രജനെ അമോണിയ ആക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി മൈക്രോ ഓർഗാനിസംസിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരുന്നു? നൈട്രോജിനേസ്. അടുത്ത പാർട്ട് വാട്ട് ഈസ് ദ റോൾ ഓഫ് ലെഗ് ഹീമോഗ്ലോബിൻ ഇൻ ദിസ് പ്രോസസ്. അപ്പം ഈ പ്രോസസ്സിൽ ലെഗ് ഹീമോഗ്ലോബിൻ്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനാ? ഈ നൈട്രോജീനസ് എൻസൈമിന് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഓക്സിജൻ്റെ ആബ്സെൻസ്, എനൈറോബിക് കണ്ടീഷൻ വേണം. അപ്പം ഈ എനൈറോബിക് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനാണ് ലെഗ് ഹീമോഗ്ലോബിൻ. This leg hemoglobin act as oxygen scavenger and it protect nitrogenase from oxygen. Next question 2014 annual examine ചോദിച്ചിട്ടുള്ളതാണ്. The deficiency symptoms of macro elements like calcium tends to appear first in young tissues. വൈ? നമ്മൾ ചോദിച്ചിരിക്കുന്നത് മാക്രോ എലമെൻസിൽ ഒന്നായിട്ടുള്ള കാൽഷ്യം, അതിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് ഫസ്റ്റ് കാണിക്കുന്നത് യങ് ടിഷ്യൂസിലായിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്താ? കാൽഷ്യം എന്നൊക്കെ പറയുന്നത് ഇമ്മൊബൈൽ ആയിട്ടുള്ള, ഒരിടത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാത്ത എലമെൻസ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് ഓൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെച്യൂർ ആയിട്ടുള്ള ടിഷ്യൂസിലായിരിക്കും കാണാൻ പറ്റുന്നത്. അത് വളർന്നു വരുന്ന യങ് ടിഷ്യൂസിലേക്ക് അല്ലെങ്കിൽ യങ് ലീവ്സിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാണിക്കുന്നത് ഈ യങ് ടിഷ്യൂസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ആൻ ഇമ്മൊബൈൽ എലമെൻറ്റ്, സോ ഇറ്റ് കനോട്ട് മൂവ് ടു യങ്ങർ റീജിയൻസ് ഓഫ് ദ പ്ലാന്റ്. 2013 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അമോണിയ ഈസ് ഫസ്റ്റ് ഓക്സിഡൈസ്ഡ് ടു നൈട്രൈറ്റ്
and the nitrite is further oxidized to nitrate. Name the process. Give any one example of a bacterium which is involved in this process. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതായിരുന്നു? നൈട്രിഫിക്കേഷൻ ആണ്. നൈട്രജൻ സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ പ്രോസസ്സിന് 3 ബാക്ടീരിയാസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അമോണിയനെ നൈട്രൈറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടി നൈട്രോസോമോണസ് ആൻഡ് നൈട്രോകോക്കസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇതുകൂടാതെ നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടി നൈട്രോബാക്ടർ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 3 ബാക്ടീരിയകളുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം എക്സാമ്പിൾ ആയിട്ട് എഴുതുക. അപ്പം നൈട്രിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ബാക്ടീരിയാസും നൈട്രോ എന്ന വേർഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഈസ് 2014 ചോദിച്ചിട്ടുള്ളതാണ്. ഇഫ് യു കട്ട് through the root nodules of a pea plant, you will notice that the central portion is red or pink. What make the nodule pink? നമ്മൾ ഒരു നൊഡ്യൂൾ കട്ട് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ സെൻട്രൽ പോർഷൻ ഏത് കളറിലാണ് കണ്ടിരുന്നത്? റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറിലാണ് കാണുന്നത്. അപ്പം അതങ്ങനെ റെഡ് കളറിലോ പിങ്ക് കളറിലോ കാണാനുള്ള റീസൺ എന്താ? പ്രസൻസ് ഓഫ് ലെഗ് ഹീമോഗ്ലോബിൻ. ആൻഡ് മെൻഷൻ ദ റോൾ ഓഫ് ദ പിങ്ക് പിഗ്മെന്റ്. ഈ പിങ്ക് പിഗ്മെന്റ് അതായത് ലെഗ് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് അടുത്ത പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം ലെഗ് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മളിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്താണെന്നും കൂടി എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2014 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ. ഈ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം ഏതാണെന്ന് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദിസ് ടെക്നിക്. ഇത് ഏത് ടെക്നിക്കായിരുന്നു? ഹൈഡ്രോപോണിക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് 2 അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ടെക്നിക്. ഇതിൻ്റെ 2 അഡ്വാൻറ്റേജസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം? ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സോയിൽ ഇല്ലാതെ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുന്ന ടെക്നിക്കാണ് ഹൈഡ്രോപോണിക്സ്. അപ്പം ഫസ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഹെൽപ്പ് ഇൻ സ്റ്റഡിയിങ് ഡെഫിഷ്യൻസി സിംറ്റംസ്. ഡിഫറെൻറ്റ് ന്യൂട്രീഷൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഒരു പ്ലാന്റിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഇത് നമ്മളാണ് വളർത്തുന്നത്. ഇതിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളായിരിക്കും. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാം. സെക്കൻഡ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് വെജിറ്റബിൾസ് സച്ച് ആസ് ടൊമാറ്റോസ്. ടൊമാറ്റോസ് പോലുള്ള വെജിറ്റബിൾസ് ഒക്കെ കൊമേഴ്ഷ്യലി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് സോയിൽ ഇല്ലെങ്കിലും നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് 2015 ചോദിച്ചിട്ടുള്ളതാണ്. ഇവൻ ദോ മോർ ദാൻ 60 എലമെന്റ്സ് ആർ ഫൗണ്ട് ഇൻ ഡിഫറെന്റ് പ്ലാന്റ്സ്, ഓൾ ആർ നോട്ട് എസെൻഷ്യൽ. റൈറ്റ് എനി 2 ക്രൈറ്റീരിയ ഫോർ ദ എസെൻഷ്യാലിറ്റി ഓഫ് എലമെന്റ്സ്. അപ്പം ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ഓഫ് എലമെന്റ്സ് നമ്മൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം the element must be absolutely necessary for a plant and it cannot be replaced by another element. The element must be directly involved in the metabolic process of a plant. ഇത് 3 ആണ് ക്രൈറ്റീരിയ. ഇതിലേതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് എഴുതാം. അടുത്തത്, സ്റ്റെപ്പ് ഓഫ് കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ടു അമോണിയ ബൈ നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ ആർ ഗിവൺ ബിലോ. ഈ ഒരു ഡയഗ്രാം ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത്. നെയിം ദ കീ എൻസൈം ഇൻ ദാറ്റ് റിയാക്ഷൻ ആൻഡ് പോയിന്റ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കീ എൻസൈം ആൻഡ് ലെഗ് ഹീമോഗ്ലോബിൻ. അപ്പം ഇതിലുള്ള യൂസ് ചെയ്തിട്ടുള്ള കീ എൻസൈം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻസൈം. എൻസൈം ഏതായിരുന്നു? നൈട്രോജിനേസ് എൻസൈം. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പോയിന്റ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കീ എൻസൈം ആൻഡ് ലെഗ് ഹീമോഗ്ലോബിൻ. ഈ കീ എൻസൈമും ലെഗ് ഹീമോഗ്ലോബിനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ? ഈ നൈട്രോജിനേസ് എൻസൈം ആക്ടിവേറ്റ് ആവണമെങ്കിൽ അനൈറോബിക് കണ്ടീഷൻ ആവശ്യമാണ്. അപ്പം ഈ അനൈറോബിക് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ലെഗ് ഹീമോഗ്ലോബിൻ ആക്ട് ആസ് ഓക്സിജൻ സ്കാവഞ്ചർ ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട് നൈട്രോജിനേസ് എൻസൈം ഫ്രം ഓക്സിജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2016 ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ദ പ്ലാന്റ് ഷോ ഡെഫിഷ്യൻസി സിംറ്റംസ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് an essential element is below the critical concentration. Write any 4 deficiency symptoms shown by plant. ആദ്യം നമുക്ക് എങ്ങനെയാണ് ഒരു പ്ലാന്റ് അതിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും 4 ഡെഫിഷ്യൻസി സിംറ്റംസ് എഴുതാനാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഡെഫിഷ്യൻസി സിംറ്റംസ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ ക്ലോറോസിസ്, നെക്രോസിസ്, ഡിലേ ഫ്ലവറിംഗ് ആൻഡ് ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ. നെക്സ്റ്റ് 2016 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. About 16 elements are found to be needed for the normal growth and development in plants. Mention the 3 important criteria for the essentiality of element and the metallic element forming the structural component of chlorophyll molecule. ഇവിടെ 16 elementsനെ നമ്മൾ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ആവശ്യമാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഇങ്ങനെ ഈ 16 എലമെൻസിനെ നമ്മളോട് ചോദിച്ചത്
ക്രൈറ്റീരിയ ഫോർ ദ എസെൻഷ്യാലിറ്റി ഓഫ് എലമെൻറ്റ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ്. അപ്പം നമ്മൾ 3 ക്രൈറ്റീരിയ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ എലമെൻറ്റ് മസ്റ്റ് ബി എസെൻഷ്യൽ ഫോർ നോർമൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ, റോൾ ഓഫ് എലമെൻറ്റ് മസ്റ്റ് ബി സ്പെസിഫിക്, നോട്ട് റീപ്ലേസ്ഡ് ബൈ അതർ എലമെൻറ്റ്, ആൻഡ് എലമെൻറ്റ് ഈസ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ മെറ്റബോളിസം ഓഫ് ദി പ്ലാന്റ്. ഇത്രയും ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുന്നവരാണ് ഈ 16 എലമെൻറ്റ്സ്. അതുകൊണ്ടാണ് ഇവരെ എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിൻ്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ആൻഡ് ദ മെറ്റാലിക് എലമെൻറ്റ് ഫോമിംഗ് ദ സ്ട്രക്ചറൽ കമ്പോണൻറ്റ് ഓഫ് ക്ലോറോഫിൽ മോളിക്യൂൾ. ക്ലോറോഫിൽ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റാലിക് എലമെൻറ്റ് ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ്. നമുക്ക് ക്രൈറ്റീരിയ പഠിക്കാനുള്ള ആ ഭാഗത്ത് തന്നെ ഈ ഒരു പോയിന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മഗ്നീഷ്യം ആണ് ക്ലോറോഫിൽ മോളിക്യൂളിൽ കാണപ്പെടുന്ന സ്ട്രക്ചറൽ കമ്പോണൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റാലിക് എലമെൻറ്റ്. നെക്സ്റ്റ് ഈസ് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ദ റൂട്ട് നോഡ്യൂൾ ഓഫ് ലെഗ്യുമിനസ് പ്ലാന്റ്സ് കണ്ടെയ്ൻ 2 നെസസറി ബയോകെമിക്കൽ കോമ്പൗണ്ട്സ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ. ഐഡൻറ്റിഫൈ ദീസ് കോമ്പൗണ്ട്സ്. അപ്പം ലെഗ്യുമിനസ് പ്ലാന്റ്സിൻ്റെ നോഡ്യൂൾസിൽ നമുക്ക് നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന 2 ബയോകെമിക്കൽ കോമ്പൗണ്ട്സിനെ കാണാൻ പറ്റും. അപ്പം അത് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? നൈട്രോജീനസ് എൻസൈം, ആൻഡ് ഈ നൈട്രോജീനസ് എൻസൈമിനെ ഓക്സിജനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന ലെഗ് ഹീമോഗ്ലോബിൻ. അടുത്തത് 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒബ്സർവ് ദ എലമെന്റ്സ് ഗിവൺ ബിലോ: കോപ്പർ, ഫോസ്ഫറസ്, ബോറോൺ, മഗ്നീഷ്യം, പൊട്ടാസ്യം, മാംഗനീസ് ആൻഡ് ക്ലോറിൻ. ചൂസ് മൈക്രോ എലമെന്റ്സ് ഫ്രം ദ എബോ. ഇതിൽ നിന്ന് മൈക്രോ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഒന്നുകിൽ മൈക്രോ എലമെന്റ്സ് ഫുൾ കംപ്ലീറ്റ് അറിയാമെങ്കിൽ ഇതിൽ നിന്ന് മൈക്രോ എലമെന്റ്സ് ഏതാണെന്ന് നമുക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ മൈക്രോ എലമെന്റ്സും മാക്രോ എലമെന്റ്സും ഒക്കെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാനുള്ള കുറച്ച് മെമ്മറി ട്രിക്സ് ഞാൻ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ എന്തായാലും എക്സാമിന് മുൻപ് കാണുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇതിൽ മൈക്രോ എലമെന്റ്സ് ഏതൊക്കെയാണ്? കോപ്പർ, ബോറോൺ, മാംഗനീസ് ആൻഡ് ക്ലോറിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2020 ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഡിഫൈൻ ഹൈഡ്രോപോണിക്സ്, റൈറ്റ് 1 അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. അപ്പം ഹൈഡ്രോപോണിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം, അതിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതണം. അപ്പോൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സോയിലിൻ്റെ ആബ്സെൻസിൽ വാട്ടറിൽ പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന, അതിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ ടെക്നിക് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് ന്യൂട്രിയൻറ്റ് സൊല്യൂഷൻ ഇൻ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് സോയിൽ ഈസ് നോൺ ആസ് ഹൈഡ്രോപോണിക്സ്. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ ഇതിന് മുൻപ് ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ എഴുതാം? ഇറ്റ് ഹെൽപ്പ് ഇൻ സ്റ്റഡിങ് ഡെഫിഷ്യൻസി സിംറ്റംസ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ദ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് വെജിറ്റബിൾസ് സച്ച് ആസ് ടൊമാറ്റോസ്. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2020 തന്നെ ചോദിച്ചിട്ടുള്ളതാണ് മാച്ച് കോളം എ വിത്ത് കോളം ബി. അപ്പോൾ കോളം എ ആൻഡ് ബി മാച്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. എലമെൻസും അതിൻ്റെ ഫംഗ്ഷനും ആണ് ക്വസ്റ്റ്യൻ. ഫോസ്ഫറസിൻ്റെ യൂസ് എന്താ? ഫോസ്ഫറസ് ഫോസ്ഫോറൈലേഷൻ റിയാക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പൊട്ടാസ്യത്തിൻ്റെത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റോ ഓപ്പൺ ആൻഡ് ക്ലോസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. മോളിബ്ഡിനം എന്ന് പറയുന്നത് നൈട്രജൻ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സിങ്ക്. സിന്തസിസ് ഓഫ് ഓക്സിൻ സിന്തസിസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് സിങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2020 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് നോഡ്യൂൾസ് present in the roots of leguminous plants contain special pigments. A. Name the pigment. B. Write the function of that pigment. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നൊഡ്യൂൾസിൽ, അതായത് ലെഗ്യുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ കാണുന്ന നൊഡ്യൂൾസിൽ ഒരു സ്പെഷ്യൽ പിഗ്മെൻറ്റ് കാണാൻ പറ്റും. നമുക്കറിയാം ഒരു പിങ്കിഷ് കളറിലാണ് കാണുന്നത്. അപ്പം ആ പിഗ്മെൻറ്റിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരെന്താ? ലെഗ് ഹീമോഗ്ലോബിൻ. അതുകൂടാതെ ഇതിൻ്റെ ഫംഗ്ഷനും നമ്മളിപ്പോൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ആക്ട് ആസ് ഓക്സിജൻ സ്കാവഞ്ചർ, പ്രൊട്ടക്ട് നൈട്രോജീനസ് ഫ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2020 തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഓൾ മിനറൽസ് കനോട്ട് ബി പാസീവ്ലി അബ്സോർബ്ഡ് ബൈ റൂട്ട്, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്കറിയാം ഈ സോയിലിൽ കാണപ്പെടുന്ന പല മിനറൽസിനും റൂട്ടിന് പാസീവ്ലി, അതായത് എനർജി യൂസ് ചെയ്യാതെ പാസീവ്ലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്നാണ്, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റിഫൈ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തൊക്കെ എഴുതാം? Minerals are present in the soil as charged particles or ions which cannot move across cell membranes. അത് ഒരു പോയിന്റ് ആയിട്ട് എഴുതാം. സെക്കൻഡ് പോയിന്റ്, the concentration of minerals in the soil is usually lower than the concentration of minerals in the root. റൂട്ടിൽ ഉള്ള കോൺസെൻട്രേഷനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും സോയിലിൽ മിനറൽസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ കുറവുള്ള ഏരിയയിൽ നിന്ന് കൂടുതലുള്ള ഏരിയയിലേക്ക് മിനറൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ
എനർജിയുടെ ആവശ്യമുണ്ട്. യൂഷ്വലി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ, കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്കാണെങ്കിൽ ഈസി ആയിട്ട് പാസീവ്ലി തന്നെ ട്രാൻസ്പോർട്ട് നടക്കും. പക്ഷേ കുറവുള്ളിടത്ത് നിന്ന് കൂടുതൽ ഉള്ള ഏരിയയിലേക്ക് ഈ മിനറൽസ് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്തായാലും എനർജിയുടെ ആവശ്യം വരുന്നു. അതുകൊണ്ടൊക്കെയാണ് എല്ലാ എലമെൻസിനെയും പാസീവ്ലി റൂട്ട്സിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2021 ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ആർ ദ ക്രൈറ്റീരിയ യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് എസെൻഷ്യാലിറ്റി ഓഫ് എലമെൻറ്റ്സ്? എലമെൻസിൻ്റെ എസെൻഷ്യാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസിലായിട്ട് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ്? ആബ്സല്യൂട്ട്ലി നെസസറി, നോട്ട് റീപ്ലേസബിൾ ബൈ അനദർ എലമെൻറ്റ്സ് ആൻഡ് ഡയറക്ട്ലി ഇൻവോൾവ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2021 ആനുവൽ എക്സാമിന് ചോദിച്ചതാണ്. നൊഡ്യൂൾ ഫോർമേഷൻ ഇൻവോൾവ്സ് എ സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾ ഇൻറ്ററാക്ഷൻസ് ബിറ്റ്വീൻ റൈസോബിയം ആൻഡ് റൂട്ട് ഓഫ് ഹോസ്റ്റ് പ്ലാന്റ്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് റൂട്ട് നോഡ്യൂൾസ്? റൂട്ട് നോഡ്യൂൾസ് ഫോം ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിമ്പിളായിട്ട് എഴുതാം. അപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണം എന്നൊന്നുമില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന പോലെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. ഫസ്റ്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടത്? ദ റൈസോബിയം ബാക്ടീരിയ ഡിവൈഡ് ആൻഡ് ഫോം കോളനീസ്. ദീസ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ root hairs and epidermal cells. Next point, the root hairs get curled and are invaded by the bacteria. Root hairs curl ചെയ്യുന്നു. പിന്നീട് തേർഡ് സ്റ്റെപ്പ്, ദിസ് ഇൻവേഷൻ ഈസ് ഫോളോഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് ആൻ ഇൻഫെക്ഷൻ ത്രെഡ് ദാറ്റ് ക്യാരീസ് ദ ബാക്ടീരിയ ഇൻ ടു ദ കോർട്ടക്സ് ഓഫ് ദ റൂട്ട്. ദ ബാക്ടീരിയ ഗെറ്റ് മോഡിഫൈഡ് ഇൻ ടു റോഡ് ഷേപ്ഡ് ബാക്ടീരിയോയിഡ്സ്. ബാക്ടീരിയ എന്നിട്ട് ഇൻഫെക്ഷസ് ത്രെഡ് ഫോം ചെയ്യുന്നു. ഈ ത്രെഡിലൂടെ റൂട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നു. പിന്നെ ഈ ബാക്ടീരിയ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയോയിഡ്സ് ആയിട്ട് മാറുന്നു. ഫോർത്ത് സ്റ്റെപ്പ്, ആസ് എ റിസൾട്ട് ദ സെൽസ് ഇൻ ദ കോർട്ടക്സ് ആൻഡ് പെരിസൈക്കിൾ അണ്ടർഗോ ഡിവിഷൻ ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് റൂട്ട് നോഡ്യൂൾസ്. പിന്നീട് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ റൂട്ട് നോഡ്യൂൾസ് ഫോം ചെയ്യുന്നു. ഫിഫ്ത്ത് സ്റ്റെപ്പ്, ദ നോഡ്യൂൾസ് ഫൈനലി ഗെറ്റ് കണക്റ്റഡ് വിത്ത് ദ വാസ്കുലാർ ടിഷ്യൂസ് ഓഫ് ദ റൂട്ട് ഫോർ ന്യൂട്രിയൻ്റ് എക്സ്ചേഞ്ച്. ന്യൂട്രിയൻ്റ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ റൂട്ട് നോഡ്യൂൾസ് വാസ്കുലാർ ടിഷ്യൂസുമായിട്ട്, അതായത് സൈലും ഫ്ലോയും ആയിട്ട് കണക്ട് ചെയ്യുന്നു ഫോർ ന്യൂട്രിയൻ്റ് എക്സ്ചേഞ്ച്. സോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഏരിയാസ് ഇപ്പോൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഈ ഭാഗങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് +2 പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം കൂടി, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും. ഇതുകൂടാതെ സ്റ്റഡി ബോട്ടനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹാപ്പി ടു ഹെൽപ്പ്. അപ്പോൾ സ്റ്റഡി ബോട്ടനിയുടെ ടെലഗ്രാം ചാനലും അതുപോലെ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊക്കെ ജോയിൻ ചെയ്യാം. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.